പരിണയം. ഇരുവശത്തും നിറഞ്ഞിരുന്ന ആളുകൾക്ക് നടുവിലൂടെ മുന്നിൽ താലപ്പൊലി ഏന്തി നിൽക്കുന്ന കുട്ടികൾക്ക് പിന്നിലായി വസുതയുടെയും വാസുദേവന്റെയും കൈപിടിച്ച് നിറഞ്ഞ ചിരിയോടെ നടന്നു വരുന്നവളെ ആളുകളെല്ലാം നോക്കിയിരുന്നു. ചുവന്ന കാഞ്ചീപുരം സാരിയിൽ സർവാഭരണ വിഭൂഷിതയായി ദേവതയെപ്പോലൊരു പെണ്ണ്. ഒരിക്കൽ നോക്കിയാൽ അല്പസമയം കൂടി കണ്ണെടുക്കാതെ നോക്കിയിരിക്കാൻ പാകത്തിൽ സൗന്ദര്യമുള്ള പെണ്ണൊരുത്തി. മണ്ഡപത്തിലേക്ക് അവൾ വലം കാല് വെച്ച് കയറിയതും ഒരു വേള അവളുടെ കത്തിജ്വലിക്കുന്ന സൗന്ദര്യത്തിൽ മയങ്ങിയിരുന്നു പോയി അക്ഷിത്. ഊർമിളയുടെയും അനന്യയുടെയും ഗായത്രിയുടെയും ആവണിയുടെയും എല്ലാവരുടെയും മുഖത്ത് അത്ഭുതവും കുശുമ്പും ഒരുപോലെ നിറഞ്ഞു നിന്നു. ഓ, ഈ പെണ്ണിനൊടുക്കത്തെ സൗന്ദര്യമാണ്. ഗായത്രി ആവണിയോട് പിറുപിറുത്തതും അവളുടെ കൂർത്ത നോട്ടം മറുപടിയായി കിട്ടിയതും അവർ അബദ്ധം പണിഞ്ഞതുപോലെ മുഖം താഴ്ത്തി. അതേസമയം കാണികൾക്കിടയിൽ ഇരുന്നു കൊണ്ട് ആരോഗ്യെ കണ്ട അർജുന്റെ മുഖം വലിഞ്ഞു മുറുകി. ഒരിക്കൽ പോലും അവളെ ഒന്ന് അനുഭവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് അവൻ ദേഷ്യത്തോടെ ഓർത്തുകൊണ്ട് മുഷ്ടി ചുരുട്ടി. പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടായിരുന്നെങ്കിൽ പോലും ഓഡിറ്റോറിയത്തിലെ ആളുകളുടെ തിരക്ക് കാരണം അവനത് സാധിച്ചു. അവനോട് പോരണ്ടെന്ന് ഗായത്രി പറഞ്ഞുവെങ്കിലും ഈ സൗന്ദര്യ ദേവതയെ ഒരു നോക്ക് കാണാൻ വേണ്ടി നാണംകെട്ട് വന്നതായിരുന്നു അവൻ. ഒടുക്കം ഉള്ളിലെ നുരഞ്ഞു പൊന്തിയ അമർഷം അടക്കി പിടിച്ചുകൊണ്ട് അവൻ അവിടെ തന്നെ ഇരുന്നു. ഡയമണ്ടൊന്നും ഇല്ലല്ലേമ്മേ? ആരോഗ്യ അടിമുടി നോക്കിക്കൊണ്ട് അനന്യ വായ മറച്ചു പിടിച്ചുകൊണ്ട് ഊർമിളയുടെ കാതിൽ പറഞ്ഞു. ഓ, അവനല്ലായിരുന്നോ ആ ദരിദ്രവാസി പെണ്ണിനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം? എന്തു വന്നാലും അവൻ ഒറ്റയ്ക്ക് അനുഭവിക്കട്ടെടി. ഊർമിള മുരളം പോലെ തന്നെ തിരികെ അനന്യയുടെ കാതിൽ പറഞ്ഞു. വസുതിക്കും വാസുദേവനും ഒപ്പം സദസ്സിനെ വണങ്ങിക്കൊണ്ട് ആരോഹി മണ്ഡപത്തിലേക്ക് കയറി വന്നു. പിന്നെ അക്ഷയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. സത്യം പറഞ്ഞാൽ അവൾ ആ നിമിഷമാണ് അവനെ ശരിക്കൊന്ന് കണ്ടത്. ആരോഹിയുടെ മുഖം പിന്നെയും വിടർന്നു. ഹാളിൽ മന്ത്രോച്ചാരണങ്ങൾ മുഴുകി. ആരോഹി പ്രാർത്ഥനയോടെ കൈതൊഴുതിരുന്നു. ആനന്ദൻ കയ്യിലേക്ക് എടുത്തു കൊടുത്ത മഞ്ഞ ചടൽ കുർത്ത താലി പ്രാർത്ഥനയോടെ അക്ഷിത് ആരോഹിയുടെ കഴുത്തിൽ ചേർത്തു. താലിയുടെ മൂന്നാമത്തെ കെട്ടും ആരോഹിയുടെ കഴുത്തിൽ മുറുക്കി. അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. ഒരു തുള്ളി അവളുടെ കവിളിലൂടെ ഒഴുകിയിറങ്ങി. അതേസമയം തന്നെയാണ് അക്ഷയുടെ അതരങ്ങൾ ആരോഹിയുടെ നെറ്റിയിലേക്ക് അമർന്നത്. തീർത്തും അപ്രതീക്ഷിതമായിരുന്നു അത്. ആരോഹി കണ്ണുകൾ ചിമ്മി അടച്ചു. ക്യാമറ കണ്ണുകൾ ആ ദൃശ്യം ഏറ്റവും മനോഹരമായി പകർത്തിയെടുത്തു. കനമുള്ള താലിമാല അവൻ അവളുടെ കഴുത്തിലേക്ക് ഇട്ടുകൊടുത്തു. അപ്പോഴേക്കും അല്ലി മറ്റൊരു ജ്വല്ലറി ബോക്സുമായി അവന്റെ പിന്നിലേക്ക് വന്നു. അതിൽ നിന്നും സ്വർണത്തിന്റെ നെക്ക് പീസ് കൂടി അക്ഷയ് ആരോഹിയുടെ കഴുത്തിലേക്ക് ഇട്ടു. ആവണിയും ഗായത്രി ഒരുപോലെ ഞെട്ടി. ഓ, അവളുടെ ഒരു യോഗം! ആവണി മനസ്സിൽ പറഞ്ഞു. ശേഷം ഒരു നുള്ളു സിന്ദൂര ചുവപ്പിനാൽ അവൻ അവളെ പൂർണ്ണമായും തന്റെ നല്ല പാതിയാക്കി മാറ്റി. പിന്നീട് ഇരുവരും പരസ്പരം വരണമാല്യം ചാർത്തി. പിന്നീട് ഫോട്ടോ എടുപ്പും കാര്യങ്ങളുമായി അവരിരുവരും തിരക്കായി. ശേഷം ആഹാരമൊക്കെ കഴിച്ച് അവർ അക്ഷയുടെ വീട്ടിലേക്ക് പോകാനിറങ്ങി. വസുതയോടും വാസുദേവനോടും യാത്ര പറയുന്ന സമയം ആരോഹിയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. വസുത കരച്ചിലടക്കി ചിരിയോടെ തന്നെ നിന്നു. അക്ഷയ് ആരോഹിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. പതിയെ അവരുടെ കാറ് മുന്നോട്ട് നീങ്ങി. പിന്നിൽ വസുതയും വാസുദേവനും ഒരു പൊട്ടുപോലെ അവശേഷിച്ചു. കരയില്ലേ ആരോഹി? അക്ഷയ് അവളെ സമാധാനിപ്പിച്ചു. വസുത പിടിച്ചു നിർത്തിയ കണ്ണീരല്ല അപ്പോഴേക്കും അണപൊട്ടി ഒഴുകിയിരുന്നു. ദേവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് വിങ്ങി കരയാണവർ. എടോ, ഇങ്ങനെ കരയില്ലേ? എന്നാലും ദേവേട്ട, നമ്മുടെ മോള്. ഉള്ളിൽ ഒതുക്കിയ വിതുമ്പലോടെ വസുത പറഞ്ഞു. അവൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ആൾക്കൊപ്പം ജീവിക്കാനല്ലേ പോയത്. ചടങ്ങുകളെല്ലാം ഭംഗിയായി നടന്നതോർത്ത് സന്തോഷിക്കല്ലേ വേണ്ടത് നമ്മൾ. വാസുദേവൻ പറഞ്ഞതെല്ലാം വസുത കേട്ടുനിന്നു. കുറച്ചു സമയം കൊണ്ട് തന്നെ കാർ അക്ഷയുടെ വീട്ടുമുറ്റത്തേക്ക് ചെന്നു. അത്യാവശ്യം ബന്ധുക്കളൊക്കെ വീട്ടിലുണ്ടായിരുന്നു. ചിരിച്ച മുഖത്തോടെ ഊർമിള നിലവിളക്കുമായി വീടിന്റെ മുൻപിൽ തന്നെയുണ്ട്. അവരുടെ ഇരുവശങ്ങളിലും ആരതിയും താലവുമായി അനിനിയും അല്ലിയും. കയ്യിൽ കരുതിയ വള അവൾ ഊർമിളയ്ക്ക് ഇട്ടുകൊടുക്കാൻ തുടങ്ങിയതും അവരവളെ സ്നേഹത്തോടെ വിലക്കിക്കൊണ്ട് അതവളുടെ കയ്യിലേക്ക് തന്നെ തിരികെ ഇട്ടുകൊടുത്തു. ചുറ്റും കൂടി നിന്നവരെല്ലാം ഊർമിളയെ പ്രശംസിച്ചു. അല്ലെങ്കിലും ഈ വക ആചാരങ്ങളൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കൂടി നിന്നവരിൽ ഒരു പെൺകുട്ടി പറഞ്ഞതും എല്ലാവരും ചിരിച്ചു. ഊർമിളയുടെ ആ പ്രവൃത്തിയിൽ
ആരോഹിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള ആചാരങ്ങൾക്ക് അവളും എതിരാണ്. എഴുതിരിയിട്ട് നിലവിളക്കും കയ്യിലേന്തി ആരോഹി വലങ്കാല് വെച്ച് അകത്തേക്ക് കയറി. അവൾക്കൊപ്പം അക്ഷിതും. അവർക്ക് ആദ്യം പാലും പഴവും നൽകിയത് ഊർമിളയാണ്. പിന്നീട് ആനന്ദനും അനന്യയും അല്ലിയും, അങ്ങനെ ആ കുടുംബത്തിലെ എല്ലാവരും മാറി മാറി നൽകി. ഒരു ഫോൺ കോൾ വന്നതും അക്ഷി പെട്ടെന്ന് അവിടേക്ക് പോയി. പിന്നാലെ ആളുകൾ ഓരോരുത്തരെ അടുക്കളയിലേക്കും. അല്ലി വന്ന് ആരോഹിയുടെ അടുത്ത് തന്നെ ഇരുന്നു. ചേച്ചി, ഈ വേഷമൊക്കെ മാറണ്ടേ? മുകളിലെ ഏട്ടന്റെ റൂം ഞാൻ കാണിച്ചു തരട്ടെ? ആരോഹിയുമായി അല്ലി മുകളിലേക്ക് പോകുന്നത് ഒരു വല്ലാത്ത ദേഷ്യത്തോടെ ഊർമിള നോക്കി നിന്നു. അവർക്കടുത്ത് തന്നെ അനന്യയുമുണ്ട്. മുൻപ് അമ്മയ്ക്ക് ആരോഗ്യയോട് ഇത്രയും ദേഷ്യമില്ലായിരുന്നല്ലോ. ഇതെന്തു പറ്റി ഇപ്പൊ പെട്ടെന്ന്? കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അനന്യ തൊട്ടടുത്ത് നിന്ന് പറഞ്ഞപ്പോൾ ഊർമിള പെട്ടെന്ന് വെപ്രാളത്തോടെ ചുറ്റും നോക്കി. അവളുടെ ആ സംസാരം മറ്റാരെങ്കിലും കേട്ട് കാണുമോ എന്ന ഭയത്താല്. ദേ നോക്ക് അനന്യ, നീ നിന്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ ഈ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ വരണ്ട. അമ്മ വെറുതെ എന്നോട് ദേഷ്യപ്പെടണ്ട. ഞാൻ സത്യ പറഞ്ഞേ. ആരോഹിക്കും ഇതിനോടകം തന്നെ മനസ്സിലിട്ടുണ്ടാവും അമ്മയുടെ ക്യാരക്ടർ. അനന്യ അതും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോയതും ഊർമിള അരിശത്തോടെ അവൾ പോയ വഴിയെ നോക്കി നിന്നു. പിന്നെ എന്തൊക്കെയോ കണക്കുകൂട്ടലുമായി നേരെ അടുക്കളയിലേക്ക്. അപ്പോഴേക്കും അല്ലി ആരോഹിയുമായി അക്ഷതിന്റെ റൂമിലെത്തി. എടുത്തേ, ഇതാട്ടോ ഏട്ടന്റെ റൂം. ഈ ഓർണമെന്റ്സും പൂവും ഒക്കെ അഴിച്ചു മാറ്റാൻ ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ? അല്ലി അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അക്ഷിത റൂമിലേക്ക് വന്നു. ആ, ഏട്ടൻ വന്നല്ലോ. ഇനിയിപ്പോ ഏട്ടനെടുത്ത് ഹെൽപ്പ് ചെയ്തോളൂ. പെട്ടെന്ന് അതും പറഞ്ഞുകൊണ്ട് അല്ലി അവരെ ഇരുവരെയും മാത്രമായി റൂമിൽ തനിച്ചു വിട്ടിട്ട് വാതിൽച്ചാരി പുറത്തേക്ക് ഇറങ്ങി. ബെഡിലിരുന്ന ആരോഹി അക്ഷിതനെ നോക്കാനാവാതെ മുഖം കുനിച്ചു. അവനൊരു കള്ള ചിരിയോടെ പോയി വാതിൽ ലോക്ക് ചെയ്തു. അതിൽ ചാരി നിന്നുകൊണ്ട് ആരോഹിയെ തന്നെ നോക്കുകയാണ്. ഇരുവരും വിവാഹവേഷത്തിലാണ്. എന്താണ് ഒരു നാണം? അക്ഷിത മെല്ലെ ആരോഹിക്ക് അരികിലേക്ക് വന്നു. ഏയ്, ഞാൻ ഞാൻ വെറുതെ. ആരോഹി വാക്കുകൾക്കായി പരതി. വല്ലാണ്ട് വിയർക്കുന്നുണ്ടല്ലോ. ആരോഹിയുടെ മുഖത്തെ വെപ്രാളത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് അക്ഷയ് ചോദിക്കുന്നത്. അവൾക്ക് മനസ്സിലാവുന്നുണ്ട് ചോദ്യങ്ങളുടെയൊക്കെ അർത്ഥം. അവൻ സൈഡ് ടേബിളിലിരുന്ന എ സിയുടെ റിമോട്ട് എടുത്ത് എ സി അഡ്ജസ്റ്റ് ചെയ്തിട്ടു. പിന്നെ അവൾ കരികിലേക്ക് വന്നിരുന്നു. എന്താണോ, ടെൻഷനുണ്ടോ? അവളുടെ ഒരു കൈയെടുത്ത് തൻ്റെ കൈക്കുള്ളിലേക്ക് വെച്ച് മൃദുവായി തലോടിക്കൊണ്ടാണ് അക്ഷയ് ചോദിച്ചത്. ഒന്നും മിണ്ടാതെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു. അക്ഷയ് ഫോണെടുത്ത് വസുതയെ വീഡിയോ കോൾ ചെയ്തു. അവരെല്ലാവരും അപ്പോഴും ഓഡിറ്റോറിയത്തിൽ നിന്ന് വീട്ടിലേക്കെത്തി. 2-3 ബെല്ലുകൾ അടിച്ച ശേഷം വസുത കോളെടുത്തു. മറുപുറത്ത് വിവാഹ വസ്ത്രത്തിൽ തൻ്റെ മകളെ കണ്ടതും വസുതയുടെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു. അമ്മേ എന്നൊരു വിളി ആരോഹിയുടെ തൊണ്ടക്കുഴി വരെ വന്ന് എത്തി നിന്നതും പക്ഷെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. മനസ്സിൽ കരയുകയാണവൾ. മുഖത്ത് സന്തോഷമാണ്. ഇവിടെ ഒരാൾ. ഭയങ്കര മൂഡ് ഓഫ്. അതാ ഞാൻ വിളിച്ചത്. അക്ഷയ് ഫോൺ ആരോഹിയുടെ കയ്യിൽ നിന്നും വാങ്ങി സംസാരിച്ചു തുടങ്ങി. വസുതയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവനും അല്ലാതായി. ദേ നോക്കമ്മേ, ഞാൻ അമ്മയ്ക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. ഒരിക്കലും അമ്മയുടെ മോളെ വിഷമിപ്പിക്കത്തില്ലെന്ന്. അതുകൊണ്ട് ഇനി ആരോഗ്യോർത്താണ് അമ്മയുടെ കണ്ണുകൾ നിറയുന്നതെങ്കിൽ അത് വേണ്ട കേട്ടോ. ഇനി എന്നും ഞാൻ അമ്മയെ കാണുമ്പോൾ ചിരിച്ച മുഖത്തോടെ വേണം അമ്മ എന്നോട് സംസാരിക്കാൻ. അക്ഷിത് പറഞ്ഞതും വസുത നിറഞ്ഞൊഴുകിയ കണ്ണുകൾ തുടച്ചു മാറ്റിക്കൊണ്ട് അവനെ നോക്കി പുഞ്ചിരിച്ചു. നിങ്ങളെപ്പോഴാ പോകുന്നത്? വസുത ചോദിച്ചു. ഞങ്ങളിത് ഏകദേശം ഒരു 8 മണിയൊക്കെ ആവുമ്പോൾ ഇവിടുന്ന് പുറപ്പെടും. സന്തോഷത്തോടെ പോയിട്ട് വാ രണ്ടുപേരും. അച്ഛനെവിടെ? ദേവേട്ടൻ ഓഡിറ്റോറിയത്തിലേക്ക് പോയിരിക്കുക. അവിടെ ഇനി എന്തൊക്കെയോ സെറ്റിൽ ചെയ്യാനുണ്ട്. അതിനുവേണ്ടി. ശരിയമ്മേ, പിന്നെ വിളിക്കാം. കോൾ കട്ട് ചെയ്തു അക്ഷിത്. ശേഷം ആരോഹിയുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ മെല്ലെ അവളുടെ മുഖം കൈക്കൊമ്പിളിലേക്ക് കോരിയെടുത്ത് ആ നെറ്റിയിലേക്കൊന്ന് ചുംബിച്ചു. ഇപ്പൊ സന്തോഷമായോ? പൊതുവെ വിടർന്ന ആരോഹിയുടെ കണ്ണുകൾ ഒന്നുകൂടി വിടർന്നു. അവൾ അവനെ ഇറുക്കി പുണർന്നുകൊണ്ട് ആ നെഞ്ചിലേക്ക് മുഖം ചേർത്തു. അതെ, ഇങ്ങനെ നിന്നാ മതിയോ? ഇതൊക്കെ ഊരി മാറ്റണ്ടേ? അക്ഷയ് ചോദിച്ചു. ഏട്ടൻ പോയി അല്ലിയോട് ഒന്നിങ്ങോട്ട് വരാൻ പറയുമോ? അതിനെന്താ അല്ലി, ഞാൻ ഹെൽപ്പ് ചെയ്താൽ പോരെ? അയ്യടാ, അത് വേണ്ട. അതെന്താ വേണ്ടാത്തത്? അക്ഷയുടെ ശബ്ദത്തിൽ കുസൃതി കലർന്നു. അവനൊന്നും നോക്കിയില്ല. മെല്ലെ അവളുടെ കൈ നീട്ടിപ്പിടിച്ച് കയ്യിൽ കിടന്ന വളകൾ ഓരോന്നും ഊരി മാറ്റി.
ഇരു കൈയിലും ഓരോ വളകൾ മാത്രം ബാക്കിയാക്കിയ ശേഷം ഊരിയെടുത്ത സ്വർണങ്ങൾ അത്രയും ടേബിളിന്റെ മുകളിലേക്ക് തന്നെ വെച്ചു. അക്ഷിത കൊടുത്ത വലിയ മാലയും മഞ്ഞ ചരടിലെ കുഞ്ഞുമാലയും ഒഴികെ ബാക്കി മാലകളൊക്കെ ഊരി മാറ്റി. അപ്പോഴേക്കും ആരോഹി കാതിലെ 2 കമ്മലുകൾ ഊരി പകരം ചെറിയൊരു സ്റ്റഡ് ഇട്ടു. അക്ഷിത അവളുടെ തലയിലെ മുല്ലപ്പൂ ഒഴിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. കുറേയേറെ പണിപ്പെട്ട് അവൻ ഒരുവിധം മുടിയിലെ ക്ലിപ്പുകളൊക്കെ ഊരി ചുറ്റിവെച്ചിരുന്ന മുല്ലപ്പൂക്കളെല്ലാം അഴിച്ചു. ശേഷം ആരോഹി തന്നെ മുടിയുടെ പിന്നിൽ അഴിച്ചിട്ടു. മുടിയൊന്നു വിടർത്തി നിമി നേരത്തിനുള്ളിൽ തന്നെ ഒരുവൻ ആ മുടിയിലേക്ക് മുഖം പൂഴ്ത്തിക്കളഞ്ഞു. മുടിയാകെ മുല്ലപ്പൂവിൻ്റെയും കാച്ചെണ്ണയുടെയും സമ്മിശ്ര സുഗന്ധം. ഏറെ നേരമായിട്ട് അവനാ നിൽക്കുകയാണെന്ന് അറിഞ്ഞതും ആരോഹി മെല്ലെ അവനിൽ നിന്നും അകന്നു മാറാൻ ശ്രമിച്ചതും അവൻ്റെ പിടുത്തം കൂടുതൽ മുറുക്കി. എന്നാലും തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇത്രയും ലോങ് ഹെയറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അതിൻ്റെ ഫുൾ ക്രെഡിറ്റും എനിക്കല്ല, എൻ്റെ അമ്മയ്ക്ക് കൂടിയാ. എൻ്റെ ഹെയർ വാഷിംഗ് ഡേയിൽ അമ്മയാണ് എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ മുത്തശ്ശി ഉണ്ടാക്കുന്ന ഒരു കാച്ചെണ്ണയുണ്ട്, ഞങ്ങളുടെ തറവാട്ടിൽ പരമ്പരാഗതമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ചില ഒറ്റമൂലികളും പിന്നെ മുത്തശ്ശിക്കറിയാവുന്ന കുറച്ച് പൊടിക്കൈകളും ഒക്കെ. കുഞ്ഞുനാൾ തൊട്ട് ആ എണ്ണയാണ് ഞാൻ തേച്ചുകൊണ്ടിരുന്നത്. പിന്നെ അമ്മ പറയുമായിരുന്നു, ഞങ്ങളുടെ തറവാടിൻ്റെ തെക്കേ അതിരിൽ ഒരു വലിയ പനയുണ്ട്. ആ പനയിൽ പനങ്കുല പൊട്ടിയ സമയത്താ ഞാൻ ഉണ്ടായതത്രേ. ആരോഹി പറയുന്ന കാര്യങ്ങളൊക്കെ അല്പം കൗതുകത്തോടെ കേട്ടു നിൽക്കുവാണ് അക്ഷിത്. അവൾ ഇനി അടുത്തതായി എന്താവും പറയാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയിലാണ് അവൻ. അതും തന്റെ ലോങ് ഹെയറും തമ്മിൽ എന്താ ബന്ധം? അത് പിന്നെ പനങ്കുരു പൊട്ടുന്ന സമയത്ത് ജനിച്ചാൽ അവർക്ക് പനങ്കൊല പോലെ മുടി വളരുമെന്ന പണ്ടുള്ള മുത്തശ്ശിമാർ പറയുന്നത്. പിന്നെ അതൊക്കെ ഈ പണ്ടുള്ളവർ പറയുന്ന ഓരോ തമാശയല്ലേ, അതിലൊന്നും ഒരു കാര്യവുമില്ല. അക്ഷയ് എന്തോ വലിയ കാര്യം പ്രതീക്ഷിച്ചിരുന്നിട്ട് ആരോഹിയുടെ മറുപടി കേട്ടതും അവളെ കളിയാക്കും പോലെ പറഞ്ഞു, ഏട്ട ശ്രദ്ധിച്ചിട്ടുണ്ടോ, എൻ്റെ അമ്മയ്ക്ക് അത്ര മുടിയില്ല, എൻ്റെ മുത്തശ്ശിക്കും മുടിയില്ല, ഞങ്ങളുടെ തറവാട്ടിൽ ആർക്കും ഇത്രയും മുടിയില്ല. ചിലപ്പോഴൊക്കെ പണ്ടുള്ളവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാകും. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു തൻ്റെ ഹെയർ. താൻ ഒരിക്കലും ഈ ലോങ് ഹെയർ വെട്ടരുത് കേട്ടോ. ഈ ഹെയർ എപ്പോഴും ഉണ്ടാവണം തനിക്ക്. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഈ മുടിയായിരുന്നു. അക്ഷിത് അവളുടെ മുടിയെക്കുറിച്ച് വാചാലനായി. ബെഡിൽ മലർന്നു കിടക്കുവാണ് അക്ഷയ്. ആരോഹി ആ കട്ടിലൂടെ അവളുടെ മുടി ഒരു തിരമാല പോലെ ഒഴുകിപ്പരന്ന് കിടക്കുന്നുണ്ട്. അക്ഷിത മിനുസമുള്ള മുടിയിലൂടെ വിരലോടിച്ച് മെല്ലെ അവൾക്ക് അരികിലേക്ക് കിടന്നു. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നപോലെ ആരോഹി എഴുന്നേറ്റു. ഞാൻ ഈ വസ്ത്രമൊക്കെ മാറിയിട്ട് ഒന്ന് താഴേക്ക് ചെല്ലട്ടെ. ദാ തനിക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങളൊക്കെ ഇവിടെയാണ്. പറഞ്ഞുകൊണ്ട് വാളിലെ കബോർഡിലേക്ക് അക്ഷിത വിരൽ ചൂണ്ടി. പിന്നെ മെല്ലെ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആരോഹി കുളിച്ചു മാറാൻ ഒരു ജോഡി വസ്ത്രവും കയ്യിലെടുത്ത് ബാത്റൂമിലേക്ക് കയറാൻ തുടങ്ങുന്ന നേരത്താണ് ആരോ മുറിയുടെ വാതിലിൽ വന്ന് നോക്കിയത്. അവൾ അങ്ങോട്ടേക്ക് ചെന്ന് വാതിൽ തുറന്നു. മറ്റാരും ആയിരുന്നില്ല, അത് ഊർമിളയായിരുന്നു. അതെ, എപ്പോഴും ഇങ്ങനെ മുറിയടച്ചിരിക്കാനൊന്നും ഇവിടെ പറ്റില്ല കേട്ടോ. മാത്രമല്ല ഇത് പകൽ സമയമാണ്. കുട്ടികളും ബന്ധുക്കളും അടങ്ങുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. ഊർമിള എന്താണ് പറഞ്ഞു വരുന്നതെന്ന് ആരോഗ്യക്ക് മനസ്സിലായില്ല. അവൾ പുരികം ചൊളിച്ച് അവരെ തന്നെ നോക്കി. അക്ഷയുമായിട്ട് ഏതു നേരവും മുറി കയറി ഇങ്ങനെ കഥകടച്ച് കൊഞ്ചിക്കൊഴിയാൻ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്കാനാ പറഞ്ഞത്. വേഗം റെഡിയായി താഴേക്ക് വാ. നിന്നെ കാണാൻ ബന്ധുക്കളും അയൽക്കാരും ഒക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ക്ലബിൽ നിന്നും കുറച്ച് ഫ്രണ്ട്സ് ഇപ്പോൾ വരും. അതുകൊണ്ട് കുറച്ച് നന്നായിട്ടൊക്കെ വേണം താഴേക്ക് വരാൻ. അതും പറഞ്ഞ് ധാർഷ്ട്യത്തോടെ ഊർമിള അവിടം വിട്ടു പോയതും ആരോഗ്യമല്ലായ്മയോടെ നിന്നു. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. പണ്ട് ഏതൊക്കെയോ സീരിയലിൽ കണ്ടുമറന്ന ഒരു ടിപ്പിക്കൽ അമ്മായിമ്മയായി ഊർമിള മാറുകയായിരുന്നു. ആരോഹി വല്ലായ്മയോടെ ചിന്തിച്ചു. പിന്നെ അധികം നേരം നിൽക്കാതെ വേഗം ബാത്റൂമിൽ കയറി മുഖത്തെ മേക്കപ്പൊക്കെ ഒന്ന് കഴുകി മാറ്റി മേല് മാത്രം കുളിച്ചിറങ്ങിയവൾ ശേഷം ഒരു പിസ്ത ഗ്രീൻ കളറിലെ അനാർക്കലി മോഡൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് മിററിലൊക്കെ ഒന്ന് നോക്കി. തനിക്ക് വേണ്ടി അത്യാവശ്യം ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ അല്ലി വാങ്ങി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു കുഞ്ഞു പൊട്ട് മാത്രം നെറ്റിയിലേക്ക് തൊട്ട് അധികം ചമയങ്ങളൊന്നുമില്ലാതെ അവൾ താഴേക്ക് ഇറങ്ങിച്ചെന്നു. പടികളിറങ്ങി താഴേക്ക് വരുന്നവളെ ഹാളിൽ ഇരിക്കുന്നവരെല്ലാവരും കണ്ണിമ ചിമ്മാതെ നോക്കുന്നുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധ ആദ്യം പോയത് അവളുടെ മുടിയിലേക്കാണ്. പ്രത്യേകിച്ച് മേക്കപ്പുകൾ ഒന്നുമില്ലെങ്കിലും അവൾ അതീവ സുന്ദരിയായിരുന്നു. ഒരു പുഞ്ചിരിയോടെ ആരോഹി താഴേക്കിറങ്ങി വന്നതും
ഊർമിള പെട്ടെന്ന് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. ദാ, ഇതാണ് എൻ്റെ മരുമകൾ. അവർ അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ആരോഗ്യം പരിചയപ്പെടുത്തി കൊടുത്തു. വിവാഹത്തിന് പങ്കെടുക്കാൻ കഴിയാതെ പോയ ചില റിലേറ്റീവ്സും ബന്ധുക്കളും പിന്നെ ഊർമിളയുടെ ക്ലബിൽ നിന്ന് വന്ന അവരുടെ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. അവരൊക്കെ ആരോഗ്യയോട് ഓരോ കാര്യം ചോദിക്കുന്നുണ്ട്. അവൾ അതിനനുസരിച്ചുള്ള മറുപടിയും കൊടുക്കുന്നുണ്ട്. സമയമെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. വന്നവർ ഓരോരുത്തരായി വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഏകദേശം എല്ലാവരും പോയെന്ന് ഉറപ്പായപ്പോഴേക്കും അല്ലി മെല്ലെ ആരോഗ്യയുടെ അടുത്തേക്ക് വന്നു. അടുത്തേക്ക് വിശക്കുന്നില്ലേ? അല്ലി ചോദിച്ചതും ആരോഗ്യ കണ്ണിൽ കൊണ്ട് അക്ഷയെ ചുറ്റുമെന്ന് പരതി. ഏട്ടനെയാണ് നോക്കുന്നേ. ഏട്ടൻ താ നിങ്ങളുടെ റൂമിലേക്ക് പോയിട്ടുണ്ട്. എന്തോ മെയില് ചെക്ക് ചെയ്യാനുണ്ടെന്ന്. വിളിക്കണോ? വേണ്ട, കുഴപ്പമില്ല. എങ്കിൽ പിന്നെ വാ, നമുക്ക് ആഹാരം കഴിക്കാം. അതേ സമയം തന്നെയാണ് അക്ഷത കൃത്യമായി താഴേക്ക് വന്നത്. എന്താടോ, എന്തു പറ്റി? ആരോഗ്യയുടെ മുഖം വല്ലാതിരിക്കുന്നത് കണ്ടതും അക്ഷയ് അവൾക്ക് അരികിലേക്ക് വന്നു. അവരെ ആഹാരം കഴിക്കുവാനായി അങ്ങോട്ടേക്ക് വന്ന ഊർമിള കാണുന്നത് ആ രംഗമാണ്. ഉള്ളിൽ അടിഞ്ഞുകൂടിയ ദേഷ്യം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അവർ ചിരിയോടെ വന്നു. വാമോനെ, ആഹാരം കഴിക്കാമോ? പ്രത്യേകിച്ച് അസ്വാഭാവികത ഒന്നും തോന്നിയില്ല അക്ഷിതിന്. അവിടെ നിന്ന് ആരോഗ്യെ ഒരു നോട്ടം കൊണ്ടുപോലും മൈൻഡ് ചെയ്യാതെ ഊർമിള അത് പറഞ്ഞിട്ട് പോയത് മറ്റാരും ശ്രദ്ധിച്ചില്ലെങ്കിലും ആരോഗ്യ കൃത്യമായി ശ്രദ്ധിച്ചു. എടോ വാ, ആഹാരം കഴിക്കാം. അതിനുശേഷം നമുക്ക് ഇറങ്ങാം. എവിടേക്ക് പോകുന്ന കാര്യം അക്ഷയ്? ഡൈനിങ് ടേബിളിലിരുന്ന ഊർമിള കണ്ണു ചുരുക്കി അക്ഷയെ നോക്കി. അപ്പം ഞാൻ പറഞ്ഞില്ലേ, വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും മൂന്നാർ പോകുന്ന കാര്യം. ആ, അത് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാന്നാ ഞങ്ങൾ കരുതുന്നത്. അത് കൊള്ളാം. വിവാഹം കഴിഞ്ഞ് ഈ രാത്രി ആരെങ്കിലും ഇങ്ങനെ വീട് വിട്ടു പോവോ? അമ്മ ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ. അങ്ങനെ അല്ല അക്ഷയ്, നീ ഇന്ന് രാത്രി പോകുമെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാൻ കരുതി ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ വല്ലതും പോകുന്ന കാര്യമായിരിക്കും നീ ഉദ്ദേശിച്ചതെന്ന്. അപ്പോഴാണ് അക്ഷയും അത് ചിന്തിക്കുന്നത്. ഇന്ന് രാത്രി തന്നെ പോകുമെന്ന് അവൻ എടുത്തു പറഞ്ഞിരുന്നില്ല. അമ്മേ, അത് ഞാൻ പറഞ്ഞപ്പോൾ പറ്റിയ മിസ്റ്റേക്കാ. ഞങ്ങൾ ആക്ച്വലി ഇന്ന് രാത്രി പോകാനാണ് പ്ലാൻ ചെയ്തത്. അതുകൂടി കേട്ടതോടെ ഊർമിളയുടെ ദേഷ്യം വല്ലാതങ്ങ് കൂടി. പ്ലേറ്റിലേക്ക് എടുത്തിട്ടൊരു ചപ്പാത്തി എങ്ങനെയൊക്കെയോ ഒരുവിധം കഴിച്ചു തീർത്തുകൊണ്ട് അവരാദ്യം തന്നെ എണീറ്റു. ആരോഗ്യക്കാണെങ്കിൽ ഊർമിളയുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ പേടിയാണ്. എടോ, താൻ ഇങ്ങനെ ഇരിക്കാതെ വേഗം കഴിച്ചിട്ട് ഇറങ്ങാനുള്ളതല്ലേ? അക്ഷയ് പിന്നെയും പറഞ്ഞതും ആരോഗ്യ കഴിച്ചു തീർത്തുകൊണ്ട് മുകളിലേക്ക് നടന്നു. ശേഷം ഒരു കുർത്തയും ലൂസായിട്ടുള്ള പാൻറ്റും എടുത്തിട്ടു. മുടി മൊത്തത്തിൽ പിന്നി മെടഞ്ഞ് ചുറ്റി കെട്ടിയിട്ടു. അപ്പോഴേക്കും അക്ഷയ് 2 ട്രോളി ബാഗുമായി അവിടേക്ക് വന്നു. പാക്ക് ചെയ്യണ്ടേ? ആരോഗ്യ അവനെ നോക്കി. എല്ലാം ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്, താൻ വേഗം വന്നേ. ആരോഗ്യയ്ക്ക് അവൻ്റെ ആ പെരുമാറ്റം അല്പം വിചിത്രമായി തോന്നി. ഒപ്പം സന്തോഷവും. അവരിരുവരും താഴേക്ക് ഇറങ്ങി ചെന്നു. ആനന്ദനും അനന്യയും അല്ലിയും എല്ലാവരും ഹാളിലുണ്ട്. അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് അക്ഷയ് ഊർമിളയെ തിരക്കി. അമ്മയോടെ അല്ലി? ഏട്ടാ, അമ്മയ്ക്ക് വല്ലാത്ത തലവേദന, അമ്മ കിടക്കുവാണെന്ന് പറഞ്ഞു. തലവേദനയോ? കുറച്ച് മുൻപ് വരെ കുഴപ്പമില്ലായിരുന്നല്ലോ. അത് ഞാനും ചോദിച്ചു. അമ്മ പറഞ്ഞു രാവിലെ ചിലപ്പോൾ നേരത്തെ എഴുന്നേറ്റിൻ്റെ ആവൂന്ന്. ഞാനിന്ന് പോയി അമ്മയെ കണ്ടിട്ട് വരാം. അക്ഷയ് ആരോഗ്യോട് പറഞ്ഞുകൊണ്ട് മുന്നേ നടന്നതും ആരോഗ്യവും അവനൊപ്പം ചെന്നു. മുറിയിലെ ലൈറ്റ് ഓഫാണ്. അതുവരെ കണ്ണു തുറന്നു കിടന്ന ഊർമിള ആരോ ഡോർ ഹാൻഡിൽ പിടിച്ച് തിരിക്കുന്നു എന്നറിഞ്ഞതും പെട്ടെന്ന് കണ്ണടച്ച് ഉറങ്ങുന്നത് പോലെ അഭിനയിച്ചു. അക്ഷയ് റൂമിലെ ലൈറ്റ് ഇട്ടുകൊണ്ട് ഊർമിളയുടെ അടുത്ത് കട്ടിലേക്ക് ചെന്നിരുന്നു. പിന്നെ അവരുടെ നെറ്റിയിലും കഴുത്തിലും ഒക്കെ കൈവച്ച് നോക്കി. എന്താ അമ്മേ, എന്തു പറ്റി? പനിയൊന്നും ഇല്ലല്ലോ. അക്ഷയുടെ സാമീപ്യം അറിഞ്ഞതും ഊർമിള കണ്ണ് ചിമ്മി തുറന്നു. അറിയില്ല മോനെ, ഒരു വല്ലാത്ത തലവേദന. അടഞ്ഞുപോയ ശബ്ദത്തിൽ ഊർമിള പറഞ്ഞു. അമ്മ എന്തെങ്കിലും ടാബ്ലറ്റ് കഴിച്ചോ? ഇല്ല മോനെ. അച്ചേട്ടാ, എൻ്റെ കയ്യിൽ തലവേദനയ്ക്ക് പറ്റിയൊരു മരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തലവേദന വരുമ്പോൾ ഞാനതാ കഴിക്കാറ്. അമ്മയ്ക്ക് അത് കൊടുക്കാം, പെട്ടെന്ന് തലവേദന മാറും. എടുത്തടിച്ചതുപോലെ ആരോഗ്യ അത് പറഞ്ഞതും ഊർമിളയ്ക്ക് അന്നും ഓർമ്മ വന്നത് ടെക്സ്റ്റൈൽസിൽ വെച്ചുണ്ടായ ആ സംഭവങ്ങളാണ്. അതൊന്നും കുഴപ്പമില്ല മോളെ, ഒന്നുറങ്ങിയാൽ ശരിയാകും. ഊർമിളയുടെ മുഖത്ത് പരിഭ്രമം. അതുകൂടി കണ്ടതോടെ ആരോഗ്യ ഉറപ്പിച്ചു ഊർമിളയുടെ ഈ തലവേദന ഒരു നാടകമാണ്. ഏയ്, അല്ലി പറഞ്ഞു ആൻറ്റിക്ക് നേരത്തെ എഴുന്നേറ്റേൻ്റെ തലവേദനയാണെന്ന്. ആ തലവേദന അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റാലൊന്നും പോവില്ല. ആൻറ്റി ഒരു മരുന്ന് കഴിക്കുന്ന എന്തുകൊണ്ടും നല്ലതാ. ഏട്ടാ, എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നില്ലേ ഒരു പെട്ടി? അതിലുണ്ടാവും മെഡിസിൻ. ഞാൻ വേഗം പോയി എടുത്തിട്ട് വരാം. അതും പറഞ്ഞുകൊണ്ട് ആരോഹി മുറി വിട്ട് പുറത്തേക്കിറങ്ങി. മോനെ, മരുന്നൊന്നും വേണ്ടടാ, അമ്മയ്ക്കിപ്പോൾ കുഴപ്പമില്ല. ആരോഹി മുറിയിൽ പോയതിന് പിന്നാലെ തന്നെ ഊർമിള അക്ഷതിനോട് പറഞ്ഞു. അപ്പോഴേക്കും തന്നെ മുകളിലേക്ക് പോയ ആരോഹി കാറ്റുപോലെ തിരികെ താഴെ എത്തി. അവളുടെ കയ്യിൽ മെഡിസിൻ ഉണ്ട്. എടോ, അമ്മ പറയുന്നത് ഇപ്പൊ തലവേദന മാറിയെന്നാ.
അച്ചോട്ടിന് തോന്നുന്നുണ്ടോ ഇത്രയും പെട്ടെന്നൊരു തലവേദന മാറുമെന്ന്? നമ്മൾ എന്തായാലും ട്രിപ്പ് പോവല്ലേ? അപ്പോൾ അമ്മയ്ക്ക് തലവേദനയാണെന്ന് അറിഞ്ഞാൽ നമുക്കത് വലിയ വിഷമാവില്ലേ? അങ്ങനെ നമ്മൾ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാ അമ്മ ഇങ്ങനെ പറയുന്നത്. എന്തായാലും ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ട് കിടന്നോമേ. രാത്രി നല്ല സുഖമായിട്ട് ഉറങ്ങാനും കഴിയും. അതെ അമ്മേ, അതാ നല്ലത്. അക്ഷി പറഞ്ഞുകൊണ്ട് സൈഡ് ടേബിളിലിരുന്ന ഗ്ലാസ്സിലേക്ക് ജഗ്ഗിൽ നിന്നും അല്പം വെള്ളം പകർന്നു ഊർമിളയ്ക്ക് നേരെ നീട്ടി. അപ്പോഴേക്കും ആരോഗ്യ മെഡിസിനും അവരുടെ കയ്യിലേക്ക് കൊടുത്തു. മറ്റു നിവർത്തിയൊന്നുമില്ലാതെ ഊർമിള മെഡിസിൻ കഴിച്ചു. അതീവ ദേഷ്യത്തോടെ ആരോഗ്യം നോക്കിയവരുടെ മുഖം പിന്നെയും കൂർത്തു. ഒരുതരം വിജയച്ചിരിയായിരുന്നു അവളുടെ മുഖത്ത്. എങ്കിൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരട്ടെ അമ്മേ. ശരി മക്കളെ, പോയിട്ട് വാ. ഊർമിള മുഖത്ത് സന്തോഷം വരുത്തിക്കൊണ്ട് പറഞ്ഞു. അക്ഷതിനൊപ്പം ആരോഗ്യം മുറിയിൽ നിന്നിറങ്ങി. പിന്നെ പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ അകത്തേക്ക് കയറി. നിങ്ങൾ എന്താ വിചാരിച്ചത്? സീരിയലിലെ പോലെ നാലാംകിട അമ്മായിമ്മമാരുടെ സ്വഭാവം എടുത്താൽ കരഞ്ഞ് കാല് പിടിച്ച് നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഞാൻ ഈ വീട്ടിൽ നിങ്ങളുടെ അടിമയെ പോലെ കഴിയുന്നാണോ? അങ്ങനെ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ അതങ്ങ് ഇപ്പോഴേ മാറ്റുന്നതാ നല്ലത്. അല്ലെങ്കിൽ പിന്നെ അമ്മായിയമ്മ എന്നും തലവേദനയ്ക്കുള്ള മരുന്ന് കഴിക്കേണ്ടി വരും. എന്നോട് നന്നായിട്ട് നിന്ന് തിരിച്ച് ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. അതെല്ലാം മറിച്ചാണെങ്കിൽ അമ്മ ഇത്തിരി വിഷമിക്കും. അപ്പൊ എങ്ങനെ? ഞങ്ങൾ പോയിട്ട് വരാം. ഊർമിളയെ നോക്കി ചിരിച്ചുകൊണ്ട് ആരോഗ്യ പുറത്തേക്ക് നടന്നു. അക്ഷയ് അപ്പോഴേക്കും പെട്ടികളൊക്കെ കാറി കയറ്റി. പിന്നെ അനന്യയോടും ആനന്ദനോടും അല്ലിയോടും ഒക്കെ യാത്ര പറഞ്ഞ് ആരോഗ്യം കാറി കയറി. മെല്ലെ അവരുടെ കാറ് ആ മുറ്റം വിട്ടകന്നു. അക്ഷയും ആരോഗ്യയും സഞ്ചരിച്ച കാറ് ഇരുട്ടിനെ വകവയ്ക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കാറിൽ ചെറിയ ശബ്ദത്തിൽ പ്രണയഗാനങ്ങൾ ഉയർന്നു കേട്ടു. ആരോഗ്യയും അക്ഷയും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. പക്ഷെ ഇരുവരുടെയും മുഖത്ത് ഒരു ചെറു പുഞ്ചിരി ഉണ്ടായിരുന്നു. തുടരും. ആരോഹി പാവമായിട്ട് നിന്നാൽ ഊർമിള തലയിൽ കയറി നിരങ്ങും. അതുകൊണ്ടാണ് കേട്ടോ പെണ്ണിനെ ഇത്തിരി ബോൾഡാക്കിയത്. വായിച്ചിട്ട് അഭിപ്രായം പറയണേ. കഥ ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് തരാൻ മറക്കരുത്. ഒപ്പം കമൻറ്റും ലൈക്കും. പിന്നെ നിങ്ങൾക്ക് കഥ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കഥ വായിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരാനും നിങ്ങൾ ആരും മറക്കരുത്. സ്നേഹത്തോടെ മിത്ര.